everyone, welcome to Adrenaline. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സെക്കൻഡ് ഇയർ ഫാർമക്കോളജിയിലെ ക്വിനലോൺസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പം ക്വിനലോൺസ് എന്താണെന്ന് ചോദിച്ചാൽ ദേ ആർ സിന്തറ്റിക് ആൻറ്റി മൈക്രോബിയൽസ്. സോ ക്വിനലോൺസ് എന്ന് പറയുന്നത് ആൻറ്റി മൈക്രോബിയലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ആൻഡ് ഇറ്റ് ഇസ് സിന്തറ്റിക്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇറ്റ് ഹാസ് എ ക്വിനലോൺ സ്ട്രക്ചർ and it act against gram negative bacteria. അപ്പം ക്വിനലോൺസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 3 പോയിന്റ് വേണം. അതാണ് ഇറ്റ് ഈസ് എ സിന്തറ്റിക് ആൻറ്റി മൈക്രോബിയൽ, ഇറ്റ് ഹാസ് എ ക്വിനലോൺ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ആക്ട്സ് അഗെയിൻസ്റ്റ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അപ്പോൾ ക്വിനലോൺസിലെ ആദ്യത്തെ മെമ്പറായിരുന്നു നാലഡെക്സിക് ആസിഡ്. നാലഡെക്സിക് ആസിഡ് 1960s വലിയൊരു പുള്ളിയായിരുന്നു. അന്ന് വലിയ വലിയ യുദ്ധങ്ങളൊക്കെ നടത്തി ഇപ്പോൾ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ് നമ്മുടെ നാലഡെക്സിക് ആസിഡ്. ഇദ്ദേഹത്തിൻ്റെ യുദ്ധം മൊത്തം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് എതിരെയായിരുന്നു. അപ്പം അന്നത്തെ വലിയ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളായിരുന്നു ഈ കോളൈ, പ്രോട്ടിയസ്, ക്ലെബ്സിയെല്ല, എൻഡറോബാക്ടർ, ഷിജല്ല തുടങ്ങിയ ആൾക്കാരൊക്കെ. ഇവർക്ക് ഇപ്പോഴും വലിയ ആൾക്കാരൊക്കെ തന്നെ. പക്ഷേ അന്നത്തെ യുദ്ധം നാലഡെക്സിക് ആസിഡും ഇവർ 4 പേരൊക്കെ ആയിട്ടായിരുന്നു. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു 1960കളിൽ. അപ്പം എങ്ങനെയായിരുന്നു നാലഡെക്സിക് ആസിഡ് ഇവർക്കെതിരെ പടപൊരുതിയിരുന്നത്? DNA ഗൈറേസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് നാലഡെക്സിക് ആസിഡ് യുദ്ധം ചെയ്തിരുന്നത്. ഇൻഹിബിഷൻ ഓഫ് DNA ഗൈറേസ്. അപ്പോൾ DNA ഗൈറേസിൻ്റെ ജോലി എന്തായിരുന്നു? DNA സൂപ്പർ കോയിൽ ചെയ്യാണ്ടിരിക്കുക. DNA സൂപ്പർ കോയിൽ ചെയ്താണ്ടിരുന്നാൽ അതിന് DNA റെപ്ലിക്കേഷൻ നന്നായിട്ട് നടത്താൻ പറ്റുള്ളൂ. DNA റെപ്ലിക്കേഷൻ നടന്നില്ലെങ്കിൽ ഡാമേജ്ഡ് DNA ഉണ്ടാവും. അപ്പം എക്സോന്യൂക്ലിയസസ് ഒക്കെ വന്ന് ഡാമേജ് DNA പിന്നെ ഇല്ലാണ്ടാക്കും. സോ ദിസ് ഇസ് എ ബാക്ടീരിസൈഡൽ ഡ്രഗ്. നാലഡെക്സിക് ആസിഡ് ഇസ് എ ബാക്ടീരിസൈഡൽ ഡ്രഗ്. സോ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ഇൻഹിബിഷൻ ഓഫ് DNA ഗൈറേസ്. ദസ് ഇറ്റ് ഇസ് എ ബാക്ടീരിസൈഡൽ ഡ്രഗ്. അപ്പോൾ എങ്ങനെയാണിത് നമ്മൾ കഴിക്കണം? ഇറ്റ് ഈസ് ഓർലി ഇൻടേക്കൻ ആൻഡ് ഇറ്റ്സ് ഓർലി അബ്സോർബ്ഡ്. ഇറ്റ് ഈസ് ഹൈലി പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട്. നമ്മൾ ഓറലി കഴിക്കുന്നു, ഓറലി തന്നെ കുറേ അബ്സോർബായി പോകുന്നു, നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ചെല്ലുന്നു ആൻഡ് ഇറ്റ് ഈസ് ഹൈലി പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട്. ബ്ലഡിൽ കൂടെ ഇത് പിന്നെ ലിവറിൽ ചെല്ലുന്നു. ഇറ്റ് ഈസ് പാർട്ട്ലി മെറ്റബിളൈസ്ഡ് ഇൻ ലിവർ ആൻഡ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ ആഫ്റ്റർ 8 hours. ഇപ്പോൾ നമ്മൾ രാത്രി നാലഡെക്സിക് ആസിഡ് കഴിച്ചിട്ട് രാവിലെ ഒരു 8 മണിക്കൂർ ഉറക്കത്തിന് ശേഷം എണീറ്റാൽ നമ്മുടെ യൂറിനിൽ ഇത് എക്സ്ക്രീറ്റ് ആയിട്ടുണ്ടാകും. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതുപോലെ 8 മണിക്കൂറിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട്, അതായത് 8 മണിക്കൂറിനുള്ളിൽ നാലഡെക്സിക് ആസിഡ് എക്സ്ക്രീഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് അത് നമ്മൾ ഇൻടേക്കും അതിൻ്റെ മെറ്റബോളൈസ് ചെയ്യുന്ന എക്സ്ക്രീഷനും ഒക്കെ. അപ്പം 1960s ഇദ്ദേഹം വലിയ വലിയ യുദ്ധങ്ങൾ നടത്തിയെന്ന് പറഞ്ഞല്ലോ. എന്തിനായിരുന്നു നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ്, യൂറിനറി ആൻഡ് GIT ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ കൂടുതലും നാലഡെക്സിക് ആസിഡ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ 1960s എന്തുകൊണ്ട് ഇപ്പം അത് ഉപയോഗിക്കുന്നില്ല? ഇപ്പം അദ്ദേഹം എന്തുകൊണ്ട് യുദ്ധമൊക്കെ നിർത്തി ഒരു മൂലയ്ക്കുന്നു? അഡ്വേഴ്സ് റിയാക്ഷൻസ്, മെയിൻലി CNS അഡ്വേഴ്സ് റിയാക്ഷൻസ്, തലവേദന, തലചുറ്റൽ, വിഷ്വൽ ഡിസ്റ്റർബൻസസ്, സീഷേഴ്സ്, ഡ്രൗസിനെസ്, CNS റിലേറ്റഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് അല്ല. തലവേദന, തലകറക്കം, വിഷ്വൽ കാഴ്ചക്കുള്ള പ്രശ്നങ്ങൾ, സീഷർ വരുന്നു. ഇപ്പം G6PD ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഹീമോലൈസിസ് വരുന്നു ആൻഡ് ഇറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഇൻഫൻസ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ടു നാലഡെക്സിക് ആസിഡ്സ് ഡെവലപ്സ് റാപ്പിഡ്ലി. പെട്ടെന്ന് തന്നെ ഇതിനെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇതായിരുന്നു മറ്റൊരു പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ 1960s ആ ഒരു സമയത്തോടു കൂടെ തന്നെ ഇദ്ദേഹത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 1980s പുതിയ കോമ്പൗണ്ട്സ് വന്നു.
പുതിയ ഫ്ലൂറോക്വിനലോൺസ് വന്നു. അപ്പോൾ നമ്മൾ അതായിരുന്നു കുറച്ചുകൂടെ പൊട്ടൻ്റ്. ഫ്ലൂറോക്വിനലോൺസ് ആയിരുന്നു ക്വിനലോൺസിനേക്കാൾ ബെറ്റർ, കൂടുതൽ പൊട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു, പെട്ടെന്ന് തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാവാത്തത് അതായിരുന്നു. അതുകൊണ്ട് നമ്മൾ നാൽഡെക്സിക് ആസിഡിനെ വിട്ടിട്ട് പുതിയ കമ്പൗണ്ട്സിനെ പോയി. അപ്പം നാൽഡെക്സിക് ആസിഡിനെ പറ്റി ഒന്നുകൂടെ പറയാം. നാൽഡെക്സിക് ആസിഡ് 1960s വലിയൊരു പോരാളിയായിരുന്നു. അദ്ദേഹം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾക്കെതിരെയായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. ഈക്കോളൈ, പ്രോട്ടീസ്, ക്ലബ്സിയെല്ല, എൻട്രോബാക്ടർ. അദ്ദേഹത്തിൻ്റെ യുദ്ധമുറ DNA ഗൈറേസിൻ്റെ ഇൻഹിബിഷൻ വഴിയായിരുന്നു. സോ ദിസ് ഇസ് എ ബാക്ടീരിയസൈഡൽ ഡ്രഗ്. അപ്പം നമ്മൾ ഓറലി എടുക്കുന്ന ഡ്രഗാണ്. ഓറലി അബ്സോർബ് ചെയ്യും, ബ്ലഡിലേക്ക് ചെല്ലും, ഹൈലി പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ടാണ്. എന്നിട്ടിത് ലിവറിൽ ചെല്ലും. ലിവറിൽ പാർട്ട്ലി മെറ്റബോളൈസ്ഡ് ആണ്. ലിവറിൽ നിന്ന് പിന്നെ ഇത് കിഡ്നി ചെന്ന് യൂറിനിൽ കൂടെ എക്സ്ക്രീഷൻ നടക്കും. മെയിൻലി ഇദ്ദേഹത്തിൻ്റെ യൂസ് യൂറിനറി ആൻഡ് GIT ഇൻഫെക്ഷൻസിൽ ആയിരുന്നു. എന്തുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് നിർത്തി? വലിയ വലിയ അഡ്വേഴ്സ് റിയാക്ഷനൊക്കെയാണ്. ഹെഡ് ഏക്ക്, ഡ്രൗസിനെസ്, വെർട്ടൈഗോ, വിഷ്വൽ ഡിസ്റ്റർബൻസസ്, സീഷേഴ്സ്, ഹീമോലൈസിസ് ഇൻ G6 പീരീഡ് ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസിലും. ആൻഡ് ദിസ് ഇസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഇൻഫൻസ് ആൻഡ് ഇറ്റ് ഡെവലപ്സ് റെസിസ്റ്റൻസ് റാദർ ക്വിക്ക്ലി. അപ്പോൾ അതാണ് നാൽഡെക്സിക് ആസിഡ്. നമ്മൾ പറഞ്ഞു നാൽഡെക്സിക് ആസിഡിൻ്റെ ഉപയോഗം നിർത്തി, ഇപ്പോൾ പുതിയ ഡ്രഗ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് ഫ്ലൂറോക്വിനലോൺസ്. 1980s ക്വിനലോൺ സ്ട്രക്ചേഴ്സിൻ്റെ 7th പൊസിഷനിൽ ഫ്ലൂറിനേഷൻ ഉണ്ടായി. ഫ്ലൂറിനേഷൻ ഇൻ ദി 6th position, fluorination in the 6th position, and piperazine substitute in 7th position. അതാണ് ഫ്ലൂറോക്വിനലോൺസ് എന്ന് പറയുന്നത്. 1980s ഇത് ഫോം ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു ഫ്ലൂറോക്വിനലോൺസിന് നാൽഡെക്സിക് ആസിഡിനേക്കാൾ പ്രത്യേകത? ഹൈലി പൊട്ടൻറ്റ്, ഹൈ പൊട്ടൻസി, എക്സ്പാൻഡഡ് സ്പെക്ട്രം. ഇത് നമ്മൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് വരെ എഫക്റ്റീവ് ആണ്. ഗ്രാം നെഗറ്റീവിന് മാത്രമല്ല, ഗ്രാം പോസിറ്റീവിന് ഉപയോഗിക്കാം. സ്ലോ ഡെവലപ്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. മറ്റേ ഡ്രഗ് റെസിസ്റ്റൻസ് റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ആയിരുന്നു. ഇതിപ്പം സ്ലോ ഡെവലപ്മെൻറ്റ് ഓഫ് ഡ്രഗ്സ്. ഇത് മൂന്നുമാണ് നാൽഡെക്സിക് ആസിഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലൂറോക്വിനലോൺസിനുള്ള മേന്മ. സോ ഇവരൊക്കെയാണ് യുദ്ധഭൂമിയിലെ പുതിയ ഭടന്മാർ. ഫ്ലൂറോക്വിനലോൺസിന് തന്നെ 2 ജനറേഷനുണ്ട്. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ 1980s ഒരു ഫ്ലൂറോ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ഇതായിരുന്നു ഫസ്റ്റ് ജൻ. സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പം കുറച്ച് കൂടുതൽ ഫ്ലൂറോ സബ്സ്റ്റിറ്റ്യൂഷനും വേറെ കുറേ സബ്സ്റ്റിറ്റ്യൂഷനും നടത്തി. അഡീഷണൽ ഫ്ലൂറോ ആൻഡ് അതർ സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് സെക്കൻഡ് ജൻ. സെക്കൻഡ് ജെന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്കും എനേറോബ്സിനെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിക്കാനുള്ള പ്രത്യേകതരം കഴിവുണ്ട്. അഡീഷണൽ ഫ്ലൂറോ ആൻഡ് അതർ സബ്സ്. അപ്പോൾ യുദ്ധഭൂമിയിലെ പുതിയ ഭടന്മാരെ പരിചയപ്പെടാം. ഫസ്റ്റ് ജെനിൽ നമുക്ക് നോർഫ്ലോക്സാസിൻ, സിപ്രോഫ്ലോക്സാസിൻ, ഓഫ്ലോക്സാസിൻ, പിഫ്ലോക്സാസിൻ, എൻകോപ്പ് എന്നൊക്കെ വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റേ നിമോണിക്സ് ഒക്കെ ഉണ്ടാക്കാം. ഇതിപ്പം നോർഫ്ലോക്സാസിൻ, സിപ്രോ, ഓഫ്ലോ, പിഫ്ലോക്സാസിൻ. ഇനി സെക്കൻഡ് ജെനിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ള പുതിയ ഭടന്മാരാണ് ലീവോഫ്ലോക്സാസിൻ, മോക്സിഫ്ലോക്സാസിൻ, ജെമിഫ്ലോക്സാസിൻ, പ്യൂർലിഫ്ലോക്സാസിൻ, ലോമൈഫ്ലോക്സാസിൻ ആൻഡ് സ്പാർഫ്ലോക്സാസിൻ. ഇതിൽ ആദ്യത്തെ 3 പേരെയും ഇവരെ 2 പേരെ ഏകദേശം എല്ലാവരും തന്നെ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇത്രയും ആൾക്കാരെങ്കിലും പഠിച്ചു വെക്കുക. ഇനി പുതിയ ഭടന്മാരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പഴയ മറ്റേ നരച്ച പോരാളിയുടെ സെയിം പ്രക്രിയ തന്നെയാണ്. ബാക്ടീരിയൽ DNA ഗൈറേസിനെ പോയി ഇൻഹിബിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഗ്രാം നെഗറ്റീവിൽ, ഇപ്പോഴത്തെ പുതിയ ഭടന്മാർക്ക് ഗ്രാം പോസിറ്റീവിലും ആക്ഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഗ്രാം നെഗറ്റീവിലെ കാര്യമാണ് പറയുന്നത്. ഗ്രാം നെഗറ്റീവിൽ പോയിട്ട് അവിടുത്തെ ബാക്ടീരിയൽ DNA ഗൈറേസിനെ പോയി ഇൻഹിബിറ്റ് ചെയ്യുക. അതാണ് ഇവരുടെ യുദ്ധമുറ.
അപ്പം ബാക്ടീരിയൽ DNA ഗൈറേസിന് 2 സബ് യൂണിറ്റ് ഉണ്ട്, A സബ് യൂണിറ്റും B സബ് യൂണിറ്റും. അപ്പോൾ A സബ് യൂണിറ്റിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ നിക്കിങ് ഓഫ് ബാക്ടീരിയൽ DNA. ബാക്ടീരിയൽ DNA പൊട്ടിക്കുക. അപ്പോൾ ഇതൊരു റെപ്ലിക്കേഷൻ ബബിളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊളഞ്ഞ് കിടക്കുകയൊക്കെയാണല്ലോ. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സൂപ്പർ കോയിലിനെ തിരിക്കുക എന്നുള്ളത്, നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് നടത്തുക എന്നുള്ളത് B സബ് യൂണിറ്റിൻ്റെ പണിയാണ്. എന്നിട്ട് വീണ്ടും A സബ് യൂണിറ്റ് പോയിട്ട് അത് റീസീൽ ചെയ്യും. റീസീലിങ്ങും A സബ് യൂണിറ്റ് പണിയാണ്. ആദ്യം A സബ് യൂണിറ്റ് ബാക്ടീരിയൽ DNA നിക്ക് ചെയ്യും, എന്നിട്ട് B സബ് യൂണിറ്റ് പോയിട്ട് അവിടെ നെഗറ്റീവ് സൂപ്പർ കോയിലിംഗ് ഉണ്ടാക്കും, എന്നിട്ട് A സബ് യൂണിറ്റ് പോയി വീണ്ടും റീസീൽ ചെയ്യും. ഇതാണ് ഇവരുടെ പണി. അപ്പം എവിടെയാണ് നമ്മുടെ ഫ്ലൂറോക്വിനലോൺസ് പോയി മുടക്കുണ്ടാക്കുന്നത്? A സബ് യൂണിറ്റിനെ പണിയെടുക്കാൻ സമ്മതിക്കില്ല. ബാക്ടീരിയൽ DNA ഗൈറേസിൻ്റെ A സബ് യൂണിറ്റിനെ പണിയെടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ സ്ട്രാൻഡ് കട്ടിങ്ങും റീസീലിങ്ങും നടക്കില്ല. They inhibit bacterial DNA gyrase subunit A, preventing the strand cutting and resealing. ഇനി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ എന്താ നടക്കണമെന്ന് കൂടെ അറിയണമല്ലോ. ഗ്രാം പോസിറ്റീവിൽ ബാക്ടീരിയൽ DNA ഗൈറേസിന് പകരം ടോപ്പോ ഐസോമെറേസ് 4 ആണ് ഉള്ളത്. ടോപ്പോ ഐസോമെറേസ് 4 രണ്ടിനും സെയിം ഫങ്ഷൻ തന്നെ. രണ്ടുപേരും നിക്ക് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും, DNA സൂപ്പർ കോയിലിങ്ങൊക്കെ മാറ്റും, വീണ്ടും റീസീൽ ചെയ്യും. അപ്പോൾ ഫ്ലൂറോക്വിനലോൺസ് ഇവരെ പോയി ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ DNA നിക്കിങ്ങും സെപ്പറേഷനും ഒന്നും നടക്കില്ല. preventing nicking and separation of daughter DNA. പുതിയ DNA ഉണ്ടായതിനെ സെപ്പറേറ്റ് ചെയ്യൽ ഒന്നും നടക്കില്ല. അപ്പം ഇതാണ് ഗ്രാം നെഗറ്റീവിൽ ഫ്ലൂറോക്വിനലോൺസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാം നെഗറ്റീവിൽ സബ് യൂണിറ്റ് A ബാക്ടീരിയൽ DNA ഗൈറേസ്, നിക്കിങ് ആൻഡ് റീസീലിംഗ് ഓഫ് DNA നടക്കില്ല. ഗ്രാം പോസിറ്റീവിൽ ടോപ്പോ ഐസോമെറേസ് 4 നിക്കിങ് ആൻഡ് സെപ്പറേറ്റിംഗ് ഡോട്ടർ DNA നടക്കില്ല. ഇതൊക്കെ നമ്മൾ മനുഷ്യരാണല്ലോ കഴിക്കുന്നത്. നമ്മൾ ഉള്ളിലും DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഡ്രഗ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, മമേലിയൻ സെൽസ് അല്ലെങ്കിൽ നമ്മുടെ സെൽസ് പൊസസ് ആൻ എൻസൈം കോൾഡ് ടോപ്പോ ഐസോമറേസ് 2. ടോപ്പോ ഐസോമറേസ് 2-ന് ഈ ഡ്രഗിനോടുള്ള അഫിനിറ്റി ഭയങ്കര കുറവാണ്. സോ ഈ ഡ്രഗ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ യുദ്ധമുറ ഒക്കെ പഠിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രാം നെഗറ്റീവിലാണെങ്കിൽ ബാക്ടീരിയൽ DNA ഗൈറേസിനെ പോയി ഇൻഹിബിറ്റ് ചെയ്യും. ഗ്രാം പോസിറ്റീവിലാണെങ്കിൽ ടോപ്പോ ഐസോമറേസ് 4-നെ പോയി ഇൻഹിബിറ്റ് ചെയ്യും. മമേലിയൻ സെൽസിൽ അഫക്റ്റ് ചെയ്യില്ല, കാരണം നമ്മുടെ സെൽസിലുള്ളത് ടോപ്പോ ഐസോമറേസ് 2 ആണ്. അതിന് ഈ ഡ്രഗിനോട് ലോ അഫിനിറ്റി ഉള്ളൂ. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി മെക്കാനിസം ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. സ്ലോ ഗ്രോയിങ് റെസിസ്റ്റൻസ് ആണ്
പക്ഷേ എങ്ങനെയാണ് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ 3 വേസ് ഉണ്ട്. ആദ്യത്തേത് DNA എന്ന് പറഞ്ഞാൽ സിന്തസിസിലുള്ള പ്രശ്നമാണ്. ഒരു ക്രോമോസോമൽ മ്യൂട്ടേഷൻ കാരണം അവരിൽ ഉണ്ടാകുന്ന DNA ഗൈറേസിനും ടോപ്പോ ഐസോമറേസിനും ഒക്കെ റെഡ്യൂസ്ഡ് അഫിനിറ്റി ടു FQ ആയിരിക്കും. ഇനി അടുത്തത് പറയാവുന്നത് റെഡ്യൂസ്ഡ് പെർമിയബിലിറ്റിയാണ്. ബാക്ടീരിയയുടെ ഉള്ളിലേക്കുള്ള പെർമിയബിലിറ്റി ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഇഫ്ലക്സ്. സാധനം അകത്തേക്ക് കയറുന്നുണ്ട്, പക്ഷേ ഈ ബാക്ടീരിയ എന്നത് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസ്ഡ് ഇഫ്ലക്സ്. അപ്പം മെക്കാനിസം ഓഫ് റെസിസ്റ്റൻസിന് 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് ക്രോമോസോമൽ മ്യൂട്ടേഷൻ, അത് കാരണം ഉണ്ടാവുന്ന DNA ഗൈറേസിനും ടോപ്പോ ഐസോമറേസ് 4-നൊക്കെ ലോ അഫിനിറ്റി ടു ഫ്ലൂറോക്വിനോൺസ്. അടുത്തത് റെഡ്യൂസ്ഡ് പെർമിയബിലിറ്റി, പിന്നത്തേത് ഇൻക്രീസ്ഡ് ഇഫ്ലക്സ്. ഇത് 3ആണ് മെക്കാനിസം ഓഫ് റെസിസ്റ്റൻസിനുള്ള റീസൺസ്. സോ ഇത്രയും നേരം നമ്മൾ മൊത്തത്തിൽ ഫ്ലൂറോക്വിനോൺസ് എന്താണെന്ന് പറഞ്ഞല്ലോ. ഇനി അതിൻ്റെ അകത്തെ പ്രോട്ടോടൈപ്പ് ഘടനയെപ്പറ്റി നമുക്ക് പരിചയപ്പെടാം. Ciprofloxacin. This is the prototype drug of fluoroquinolones. This is the most potent first gen fluoroquinolones. നമ്മൾ ഫസ്റ്റ് ജെൻ ഫ്ലൂറോക്വിനോൺസ് നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു അതിൻ്റെ അകത്ത് നോർഫ്ലോക്സാസിൻ, സിപ്രോഫ്ലോക്സാസിൻ. അപ്പോൾ സിപ്രോഫ്ലോക്സാസിൻ ആണ് മോസ്റ്റ് പൊട്ടൻറ്റ് ഫസ്റ്റ് ജെൻ ഫ്ലൂറോക്വിനോൺ. മെയിൻ ആക്ഷൻ എയറോബിക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്കാണ് ഇത് മോസ്റ്റ് സസെപ്റ്റബിൾ. ഇത് ബ്രോഡ് റേഞ്ച് ആണ് ആക്ഷൻ, പക്ഷെ മോസ്റ്റ് സസെപ്റ്റബിൾ ടു എയറോബിക് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് മോസ്റ്റ് സസെപ്റ്റബിൾ. അപ്പോൾ സിപ്രോഫ്ലോക്സാസിൻ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്, ഹൈലി സസെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് E. coli, ക്ലെബ്സിയല്ല, നൈസീരിയ ഗോണോറിയ, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, എൻറ്ററോബാക്ടർ, സാൽമണല്ല ടൈഫി, ഷിജല്ല, പ്രോട്ടിയസ്, എർസീനിയ, ക്യാമ്പൈലോബാക്ടർ, വിബ്രിയോ കോളറി, അങ്ങനെ കുറച്ച് പേരാണ് ദിസ് ഇസ് ഹൈലി സസെപ്റ്റബിൾ. അപ്പോൾ ഇതിനകത്ത് 5 പേരുടെ പേര് പിടിക്കുക: E. coli, ക്ലെബ്സിയല്ല, നൈസീരിയ, ഹീമോഫിലസ്, എൻറ്ററോബാക്ടർ, സാൽമണല്ല ടൈഫി. ഓർത്ത് വെച്ചു, യൂസസ് വരുമ്പം നമ്മൾ ടൈഫോയിഡിന് യൂസ് ചെയ്യുന്നൊരു ഡ്രഗാണിതെന്ന് പറയും. അപ്പോൾ സാൽമണല്ല ടൈഫി, ഷിജല്ല, പ്രോട്ടിയസ്, വിബ്രിയോ കോളറെ, ഇങ്ങനെ കുറേ ഡ്രഗ്സിന് ഇങ്ങനെ കുറേ ബാക്ടീരിയയ്ക്ക് ഹൈലി സസെപ്റ്റബിൾ ആയിട്ടുള്ള ഡ്രഗാണ് സിപ്രോഫ്ലോക്സാസിൻ. അപ്പോൾ ഇതിനെ കുറിച്ച് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഹൈ ബാക്ടീരിയസൈഡൽ ആക്ടിവിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഹൈലി പൊട്ടൻറ്റ്, ഡിക്രീസ്ഡ് മ്യൂട്ടേഷൻസ് കോസിങ് റെസിസ്റ്റൻസ്. അപ്പോൾ അങ്ങനൊന്നും ഈ ഡ്രഗിനെതിരെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യത്തില്ല. പിന്നെ ലെസ് ആക്റ്റീവ് ആൻഡ് അസിഡിക് pH. ഇത് ഒരു 4 പോയിൻ്റാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സിപ്രോഫ്ലോക്സാസിൻ എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പ് ഡ്രഗാണ്, മോസ്റ്റ് പൊട്ടൻറ്റ് ഫസ്റ്റ് ജെൻ ഫ്ലൂറോക്വിനോൺ ആണ്, ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഗ്രാം നെഗറ്റീവിനും ഗ്രാം പോസിറ്റീവിനും എതിരെയുള്ള ആക്ഷനുണ്ട്, പക്ഷെ മോസ്റ്റ് സസെപ്റ്റബിൾ ടു എയറോബിക് ഗ്രാം നെഗറ്റീവ്. അതിന് കുറച്ച് ഹൈലി സസെപ്റ്റബിളിന് കുറച്ച് എക്സാമ്പിളാണ്. ദീസ് ആർ ഹൈലി സസെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ബാക്ടീരിയയുടെ പേര് പറഞ്ഞു, അതിൻ്റെ ഡ്രഗിൻ്റെ കുറച്ച് പ്രത്യേകത പറഞ്ഞു. ഇനി ഇതിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ്. ദിസ് ഇസ് അബ്സോർബ്ഡ് ഓറലി എടുക്കുന്ന ഡ്രഗാണ്. സിപ്രോഫ്ലോക്സാസിൻ മോസ്റ്റ് ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവണം ആൻറ്റിബയോട്ടിക് ആയിട്ട്. അപ്പോൾ ഓറലി എടുക്കുന്ന ആൻറ്റിബയോട്ടിക്കാണ്. പക്ഷെ നമ്മൾ ഫുഡിൻ്റെ കൂടെ എടുത്താൽ ഫുഡ് ഡിലേസ് അബ്സോർപ്ഷൻ. ഇനി അതിന് ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉണ്ട്.
food delays absorption, first pass metabolism occurs. This has good tissue penetrability. ബ്ലഡിൽ ബാക്ടീരിയസൈഡിലായിട്ടുള്ള ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും ആൻഡ് ഹാവ് എ ഗുഡ് ടിഷ്യൂ പെനട്രബിലിറ്റി. ഇപ്പം ഈ ഡ്രഗിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ ലങ്ങിലും മസിലിലും സ്പ്യൂട്ടത്തിലും പ്രോസ്റ്റേറ്റിലും ഒക്കെ പ്ലാസ്മയിലും CSF ഉള്ളതിനേക്കാൾ ഹയർ കോൺസെൻട്രേഷനാണ് ഈ ഡ്രഗിലുള്ളത്. CSF അക്വസ് ലെവലിലുമാണ് കമ്പാരിറ്റീവ്ലി ലോവർ ആയിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. PK പറയുകയാണെങ്കിൽ ഓർലി അബ്സോർബ്ഡ് ആണ്. ഫുഡ് ഡിലേസ് അബ്സോർപ്ഷൻ, ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉണ്ടാവും. ഇത് ബാക്ടീരിയസൈഡിലായിട്ടുള്ള ലെവൽ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യും ആൻഡ് ഇറ്റ് ഹാസ് എ ഗുഡ് ടിഷ്യൂ പെനട്രബിലിറ്റി. ഇപ്പം ഹയസ്റ്റ് കോൺസെൻട്രേഷൻ വരാറ് ലങ്ങിലും സ്പ്യൂട്ടത്തിലും പ്രോസ്റ്റേറ്റിലും മസിലിലും ഒക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലാസ്മയിൽ വരും. ഏറ്റവും ലോവസ്റ്റ് യൂഷ്വലി ആണ് CSF അക്വസ് ലെവലിലുമാണ്. ആൻഡ് ദിസ് ഇസ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ഇനി അഡ്വേഴ്സ് ഇഫക്റ്റ് വരികയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ടെൻഡനൈറ്റിസ് ആൻഡ് ടെൻഡൻ റപ്ചർ. ആദ്യം ടെൻഡനൈറ്റിസ് ആൻഡ് ടെൻഡൻ റപ്ചർ. അതുകൊണ്ട് 60+ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കുമ്പോൾ ദാറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ കൺസിഡറേഷൻ. ആൻഡ് ഓൾസോ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എടുക്കുന്നവർ. കോർട്ടിക്കോസ്റ്റെറോയിഡ്സും 60+ ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പം വി ഷുഡ് റിമെമ്പർ ദാറ്റ് ദിസ് ക്യാൻ കോസ് ടെൻഡനൈറ്റിസ് ആൻഡ് ടെൻഡൻ റപ്ചർ. ഇനി ഇതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാക്കിയതായിട്ട് കേസസ് ഉണ്ട്. സോ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സിപ്രോഫ്ലോക്സാസിൻ അത് എഴുതാനായിട്ട്. സോ സിപ്രോഫ്ലോക്സാസിൻ്റെ ആദ്യത്തെ പ്രശ്നമാണ് ടെൻഡനൈറ്റിസ് ആൻഡ് ടെൻഡൻ റപ്ചർ. യുദ്ധം ചെയ്യുന്ന ഭടന്മാരുടെ ടെൻഡൻ, ഇതും ഒരു ഭടനാണല്ലോ. അപ്പം രണ്ട് ഭടന്മാരെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. ടെൻഡനൈറ്റിസ് ആൻഡ് ടെൻഡൻ റപ്ചർ 60+ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കൺസിഡർ ചെയ്യണം. ഓൾസോ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് എടുക്കുന്നവരിലും ചിൽഡ്രനിൽ കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാക്കിയതായിട്ട് കേസസ് ഉണ്ട്. സോ കോഷ്യസ്ലി മാത്രം ഇത് ചിൽഡ്രനിൽ യൂസ് ചെയ്യുക. CNS, ഡിസീനസ്, ഹെഡേക്ക്, ആൻസൈറ്റി ആൻഡ് ഇൻസോംനിയ. CNS സിംറ്റമായിട്ട് നമുക്ക് ചുമ്മാ എഴുതാവുന്ന കുറച്ച് സാധനമാണ്. ഡിസീനസ്, ഹെഡേക്ക്, ഡ്രൗസിനെസ്. അതിൻ്റെ കൂടെ ആൻസൈറ്റി, ഇൻസോംനിയയും കൂടെ കയറുന്നു. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് സ്കിൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, റാഷ്, ഫോട്ടോ സെൻസിറ്റിവിറ്റി, അർട്ടിക്കേരിയ. ഇതൊക്കെ ഇതിൻ്റെ അഡ്വേഴ്സ് റിയാക്ഷനായിട്ട് വരാവുന്നതാണ്. സ്കിൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇനി GAT സിംറ്റംസ് ആണ് ദി നോസിയ, വോമിറ്റിംഗ്, അനോറക്സിയ ആൻഡ് ബാഡ് ടേസ്റ്റ്. നോസിയ, വോമിറ്റിംഗ് എന്തായാലും എഴുതും. ബാക്കി അനോറക്സിയ ആൻഡ് ബാഡ് ടേസ്റ്റ് കൂടെ എഴുതിയ GIT-യിൽ ഇതിൻ്റെ ADR കഴിയും. സോ ഓർത്തിരിക്കുന്നത് ടെൻഡനൈറ്റിസ് ആൻഡ് ടെൻഡൻ റപ്ചർ. അതുകൊണ്ട് നമുക്ക് അതൊരു മെയിൻ ADR ആണ്. പിന്നെ CNS-ലേക്ക് വരുമ്പോൾ ഡിസിനസ്, ഹെഡേക്ക്, ഡ്രൗസിനെസ്, ആൻസൈറ്റി, ഇൻസോംനിയ, സ്കിൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, റാഷ്, അർട്ടിക്കേരിയ, പ്രൂറൈറ്റിസ്, അങ്ങനെ കുറച്ച് സിംറ്റംസ്. GAT-ലേക്ക് വരുമ്പോൾ നോസിയ, വോമിറ്റിംഗ്, അനോറക്സിയ, ബാഡ് ടേസ്റ്റ്. ഇനി ഇൻറ്ററാക്ഷൻസ് വരുമ്പം ഫസ്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് തയോഫിലിൻ ആൻഡ് വാർഫാരിൻ. തയോഫിലിൻ ആൻഡ് വാർഫാറിൻ്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ വിൽ ഇൻക്രീസ് ഇൻ പ്ലാസ്മ ബൈ സിപ്രോഫ്ലോക്സാസിൻ ഡ്യൂ ടു ഇൻഹിബിഷൻ ഓഫ് മെറ്റബോളിസം. സിപ്രോഫ്ലോക്സാസിൻ ഈ രണ്ട് ഡ്രഗിൻ്റെയും മെറ്റബോളിസം ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും പ്ലാസ്മ കോൺസെൻട്രേഷൻ കൂടും. ഇനി NSAIDs-ലേക്ക് വരുമ്പോഴും CNS ടോക്സിസിറ്റി, FQൻ്റെ CNS ടോക്സിസിറ്റി ചാൻസസ് ഇൻക്രീസ് ആവും. NSAIDs-ഉം ഫ്ലൂറോക്വിനലോൺസും ഒരുമിച്ച് കൊടുത്താൽ ഫ്ലൂറോക്വിനലോൺസിൻ്റെ CNS ടോക്സിസിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. സീഷർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സീഷേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആദ്യത്തേത് തയോഫിലിനും വാർഫാറിൻ്റെയും പ്ലാസ്മ കോൺസെൻട്രേഷൻ FQ ഇൻക്രീസ് ചെയ്യും. എങ്ങനെ? ഡ്യൂ ടു ഇൻഹിബിഷൻ ഓഫ് മെറ്റബോളിസം.
NSAIDSും FQയും കൂടെ ഒരുമിച്ച് കൊടുത്താൽ FQൻ്റെ CNS ടോക്സിസിറ്റി ഉണ്ടാവും, സീഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൻറ്റാസിഡും സുക്രാൽഫേറ്റും FE സോൾട്ട്സും അയൺ സോൾട്ട്സും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ FQൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. 3 ഇൻറ്ററാക്ഷൻ. ആദ്യത്തേതിൽ തയോഫിലിനും വാർഫാറിൻ്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ കൂട്ടും. രണ്ടാമത്തേതിൽ NSAIDSും ഫ്ലൂറോക്വിനലോൺസും കൂടെ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലൂറോക്വിനലോൺസിൻ്റെ CNS ടോക്സിസിറ്റി ഉണ്ടാവും. മൂന്നാമത്തത് ആൻറ്റാസിഡ്സ്, സുക്രാൽഫേറ്റ്, FE സോൾട്ട്സ്, ഇവർ ഫ്ലൂറോക്വിനലോൺസിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. ഇതാണ് ഇൻറ്ററാക്ഷൻ. ഇനി ദിസ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഫ്ലൂറോക്വിനലോൺസ് ഇസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസിയിൽ ഫ്ലൂറോക്വിനലോൺസ്, സിപ്രോഫ്ലോക്സാസിൻ എസ്പെഷ്യലി കൊടുക്കാൻ പാടില്ല. ഇനി എന്താണ് അതിൻ്റെ യൂസസ്? കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, ഇനി എപ്പോൾ കൊടുക്കാമെന്ന് പറയണ്ടേ? അതാണ് UTI. മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് കേസസ് ഓഫ് UTIക്ക് വരെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡ്രഗാണ് സിപ്രോഫ്ലോക്സാസിൻ. ഇനി അടുത്തതാണ് ഗൊണോറിയ. നമ്മൾ കണ്ടായിരുന്നു സിപ്രോഫ്ലോക്സാസിൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് സസെപ്റ്റബിൾ ആയിട്ടുള്ള ബാക്ടീരിയയിൽ ഉള്ള ഒരു ഇതാണ് നൈസീരിയ ഗൊണോറിയ. അതിനെതിരെ നമുക്ക് ഗൊണോറിയക്കെതിരെ കൊടുക്കാം. അടുത്തതാണ് ഷാംപ്രോയിഡ്. സിപ്രോഫ്ലോക്സാസിൻ സെഫ്ട്രയാക്സോണിന് ശേഷം സെക്കൻഡ് ലൈൻ ആയിട്ട് കൊടുക്കുന്ന ഡ്രഗാണ്. ഇത് ഇസ് എ സെക്കൻഡ് ലൈൻ ഡ്രഗ്. ഫ്ലൂറോക്വിനലോൺസ്, സിപ്രോഫ്ലോക്സാസിൻ ഇസ് എ സെക്കൻഡ് ലൈൻ ഡ്രഗ് യൂസ്ഡ് ഇൻ ഷാംപ്രോയിഡ്. അടുത്തത് ബാക്ടീരിയൽ ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്. ഡയറിയ ഉണ്ടാകുമ്പോൾ ദിസ് ഇസ് നൗ ആൻ എംപെരിക്കൽ തെറാപ്പി. Ciprofloxacin is given in diarrhea as an empirical therapy. അപ്പം ആദ്യം UTIക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ഫോർ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് കേസസ്. നെക്സ്റ്റ് ഗണോറിയയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന് ഷാംപ്രോയിഡ് പറഞ്ഞു. അത് കഴിഞ്ഞ് ബാക്ടീരിയൽ ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് പറഞ്ഞു. ടൈഫോയിഡ്, സാൽമണല്ലക്കെതിരെ കൊടുക്കുന്ന ഡ്രഗാണ് ടൈഫോയിഡ്. ഇപ്പം പതുക്കെ ഇതിനെതിരെ റെസിസ്റ്റൻസ് ഫോം ചെയ്ത് വരുന്നതുകൊണ്ട് സെഫ്ട്രയാക്സോൺ ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. പക്ഷേ ഇപ്പം എസ്റ്റൈഫി സ്ട്രെയിൻ സിപ്രോഫ്ലോക്സാസിൻ സെൻസിബിൾ ആണെങ്കിൽ നമ്മൾ അതും കൊടുക്കാറുണ്ട്. ബോൺ, സോഫ്റ്റ് ടിഷ്യൂ ആൻഡ് ഗൈനക്കോളജിക്കൽ വൂണ്ട് ഇൻഫെക്ഷൻ ഇതിന് കൊടുക്കാറുണ്ട് വെൻ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ റെസിസ്റ്റൻറ്റ് സ്റ്റാഫ് ഓറിയസ് ഓർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് സ്റ്റാഫ് ഓറിയസ് ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷനൊക്കെ, ബോൺ, സോഫ്റ്റ് ടിഷ്യൂ, ഗൈനക്കോളജിക്കൽ ഇൻഫെക്ഷന് നമ്മൾ സിപ്രോഫ്ലോക്സാസിൻ കൊടുക്കാറുണ്ട്. ആൻഡ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ നമ്മൾ എട്ടിപ്പിക്കൽ ന്യൂമോണിയ കോസ് ചെയ്യുന്നത് ലൈക്ക് മൈക്കോപ്ലാസ്മ ലീജിയനല്ല, അവരൊക്കെ കോസ് ചെയ്യുന്ന എട്ടിപ്പിക്കൽ ന്യൂമോണിയയ്ക്ക് നമ്മൾ സിപ്രോഫ്ലോക്സാസിൻ കൊടുക്കാറുണ്ട്. ആന്ത്രാക്സിൽ സിപ്രോഫ്ലോക്സാസിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ആന്ത്രാക്സിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് സിപ്രോഫ്ലോക്സാസിൻ. ആൻഡ് ട്യൂബർകുലോസിസ് നമ്മൾ കോമ്പിനേഷൻ കീമോതെറാപ്പി, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർകുലോസിസ് കൊടുക്കാറുണ്ട്. MDR-TBയിൽ നമ്മൾ സിപ്രോഫ്ലോക്സാസിൻ കൊടുക്കാറുണ്ട് ആസ് എ കമ്പോണൻറ്റ് ഓഫ് കോമ്പിനേഷൻ കീമോതെറാപ്പി. പിന്നെ മെനിഞ്ചൈറ്റിസിന് കൊടുക്കും, കൺജങ്ക്റ്റിവൈറ്റിസിന് കൊടുക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ പ്രൊഫൈലാക്സിസ് ഓഫ് ഇൻഫെക്ഷൻസ് ഇൻ ന്യൂട്രോപെനിക് ഓർ ക്യാൻസർ പേഷ്യൻസ്. പ്രൊഫൈലാക്സിസ് ഇൻ ന്യൂട്രോപെനിക് ഓർ ക്യാൻസർ പേഷ്യൻസ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ യൂസ്. UTI, ഗൊണോറിയ, ബാക്ടീരിയൽ ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്, ടൈഫോയിഡ്, ബോൺ, സോഫ്റ്റ് ടിഷ്യൂ, ഗൈനക്കോളജിക്കൽ ആൻഡ് വൂണ്ട് ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് എസ്പെഷ്യലി എട്ടിപ്പിക്കൽ ന്യൂമോണിയ, ആന്ത്രാക്സ്, MDR-TB, മെനിഞ്ചൈറ്റിസ്, കൺജങ്ക്റ്റിവൈറ്റിസ് എക്സെട്ര. ഇതൊക്കെയാണ് സിപ്രോഫ്ലോക്സാസിൻ്റെ യൂസ്. അപ്പോൾ ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് സിപ്രോഫ്ലോക്സാസിൻ, ആർക്കെതിരെയാണ് ഇതിൻ്റെ യൂസ് വരുന്നത്, എന്താണ് ഇതിൻ്റെ PK, ഇതിൻ്റെ ADR, ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻ, ഇൻറ്ററാക്ഷൻസ്, പിന്നെ ഇതിൻ്റെ യൂസ്, ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി കുറച്ച്
കുറച്ച് കാര്യങ്ങൾ മോക്സിഫ്ലോക്സാസിനെ പറ്റി പറയാം. ദിസ് ഇസ് എ സെക്കൻഡ് ജനറേഷൻ ഫ്ലൂറോക്വിനോൺസ്. ഹൈ ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് സ്ട്രെപ് ന്യൂമോണിയ ആൻഡ് അതർ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ. ദിസ് ഇസ് എ ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്കാണ്. ഇപ്പം ഹൈ ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, പിന്നെ അനേറോബ്സ്, അങ്ങനെ കുറേ പേർക്കെതിരെ ഭയങ്കര യുദ്ധം ചെയ്യുന്നൊരു പോരാളിയാണ്. ഇദ്ദേഹത്തിൻ്റെ മോസ്റ്റ് പൊട്ടൻ്റ് ആക്ഷൻ അല്ലെങ്കിൽ മോസ്റ്റ് പൊട്ടൻ്റ് അഗെയിൻസ്റ്റ് ട്യൂബർക്ലോസിസിനെതിരെ വൺ ഓഫ് ദ മോസ്റ്റ് പൊട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലൂറോക്വിനോളാണ്, അല്ലെങ്കിൽ മോസ്റ്റ് പൊട്ടൻ്റ് ഫ്ലൂറോക്വിനോളാണ് മോക്സിഫ്ലോക്സാസിൻ. ഇദ്ദേഹത്തിൻ്റെ യുദ്ധരീതി എന്ന് പറയുന്നത് ബാക്ടീരിയൽ ടോപ്പോ ഐസോമറേസ് 4-നെ ഇപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂസ്ഡ് ഇൻ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, സൈനസൈറ്റിസ് ആൻഡ് ഇറ്റ് ഈസ് മെറ്റബോളൈസ്ഡ് ഇൻ ലിവർ. അതുകൊണ്ട് ലിവർ പേഷ്യൻസിനോട് കൊടുക്കരുത്. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ QT ഇൻട്രവൽ പ്രൊലോങ് ചെയ്യും. അതുകൊണ്ട് ഹാർട്ട് പ്രശ്നമുള്ളവർ, പ്രോ അരിത്മിക് ഡ്രഗ്സ് ഒക്കെ എടുക്കുന്നവർക്കൊന്നും ഇത് കൊടുക്കരുത്. പിന്നെ സീഷറൊക്കെ ഉള്ളവർക്ക് കൊടുക്കരുത്. ഇതാണ് അതിൻ്റെ ADR. QT പ്രൊലോങ്ങേഷൻ ഉണ്ട്. ചിലരിത് ഫോട്ടോടോക്സിസിറ്റി കാണിക്കാറുണ്ട്. മോക്സിഫ്ലോക്സാസിനെ പറ്റി ജസ്റ്റ് ഒരു ക്വിക്ക് ഐഡിയയാണ്, ജസ്റ്റ് ചോദിച്ചാൽ അറിയാമായിട്ട്. സെക്കൻഡ് ജനറേഷനാണ്, ബ്രോഡ് സ്പെക്ട്രം ആണ്, സ്ട്രെപ് ന്യൂമോണിയ, ഗ്രാം പോസിറ്റീവ് എനൈറോബ്സിനെതിരെ ഹൈ ആക്ടിവിറ്റി ഉള്ള ആളാണ്. ട്യൂബർക്ലോസിസിനെതിരെ മോസ്റ്റ് പൊട്ടൻ്റ് ആക്ഷനുള്ള ആളാണ്. ബാക്ടീരിയൽ ടോപ്പോ ഐസോമറേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. യൂസ്ഡ് ഇൻ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് ആൻഡ് സൈനസൈറ്റിസ് ആൻഡ് ഇറ്റ്സ് മെറ്റബോളൈസ്ഡ് ഇൻ ലിവർ. സോ ലിവർ പേഷ്യൻസിന് കൊടുക്കരുത്. QT പ്രൊലോങ്ങേഷൻ ഉള്ളതുകൊണ്ട് പ്രോ അരിത്മിക് ഡ്രഗ്സ് റിസീവ് ചെയ്യുന്നവർക്കോ സീഷർ ഉള്ളവർക്കോ കൊടുക്കരുത്. ഇത്രയാണ് നമുക്ക് മോക്സിഫ്ലോക്സാസിനെ പറ്റി പറയാനുള്ളത്. ജെമിഫ്ലോക്സാസിൻ എന്ന് പറയുമ്പോഴും ബ്രോഡ് സ്പെക്ട്രം FQ ആണ്. സെക്കൻഡ് ജനറേഷൻ ബ്രോഡ് സ്പെക്ട്രം FQ. മെയിൻ ആക്ഷൻ ഗ്രാം പോസിറ്റീവ് എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്ക് എതിരെയാണ്. മെയിൻലി സ്ട്രെപ് ന്യൂമോണിയ, ഇൻഫ്ലുവൻസ, അവർക്കെതിരെയാണ് മെയിൻ ആക്ഷൻ. എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ ആസ് വെൽ ആസ് ഫീസീസ് ആണ്. യൂറിനിൽ കൂടെ മാത്രമല്ല, എക്സ്ക്രീറ്റഡ് ആസ് വെൽ ആസ് ഫീസീസ്. റാപ്പിഡ്ലി അബ്സോർബ്ഡ് ആണ്, എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ ആസ് വെൽ ആസ് ഫീസീസ്. സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഡയറിയ, നോസിയ, ഹെഡേക്ക്, ഡിസിനസ്. റൈസിൻ അമിനോ ട്രാൻസ്ഫറേസ് ഇത് കൊടുക്കുമ്പോൾ അമിനോ ട്രാൻസ്ഫറേസസ് കൂടാൻ ചാൻസ് ഉണ്ട്. ജെമിഫ്ലോക്സാസിൻ ഇറ്റ് ഇൻക്രീസസ് ദി വാർഫാറിൻ എഫക്ട്. വാർഫാറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടും. QT പ്രൊലോങ്ങേഷൻ ഉണ്ട്. QT പ്രൊലോങ്ങേഷൻ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റായിട്ട് പറയാവുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ കോസസ് സ്കിൻ റാഷസ്. ഇപ്പോൾ ADR പറയുമ്പോൾ നമുക്ക് 4 കാര്യങ്ങൾ പറയാം. വാർഫാറിൻ എഫക്റ്റ് ഉണ്ടെന്ന് പറയാം, QT പ്രൊലോങ്ങേഷൻ ഉണ്ട്, സ്കിൻ റാഷ് ഉണ്ടാക്കും, റൈസിൻ അമിനോ ട്രാൻസ്ഫറേസസ്, പിന്നെ ഹെഡേക്ക്, ഡിസിനസ്, നോസിയ, വോമിറ്റിംഗ്, ഡയറിയ. ഇത്രയും കാര്യങ്ങൾ പറയാം. പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയ CAP ആൻഡ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഇതിന് 2 കാര്യങ്ങൾക്ക് ജെമിഫ്ലോക്സാസിൻ ഉപയോഗിക്കാം. ബാക്കി ഉള്ള ഡ്രഗ്സൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എന്താണ് അതിൻ്റെ ADR, എവിടെയൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പം ഇത്രയാണ് ക്ലാസ്. താങ്ക് യു.